നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ചെന്നൈയിലിപ്പോൾ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇവിടുത്തെ വെതർ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ മഴയൊക്കെ മാറി കേട്ടോ. സൈക്ലോണിൻ്റെ അതൊക്കെ മാറി. രാവിലെ നല്ല തണുപ്പുണ്ടാവും. ഒരു 8 മണി വരെയൊക്കെ ചെറിയൊരു തണുപ്പുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പയ്യെ വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ചുദിച്ച് വന്ന് പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും വീണ്ടും ആ ചെറിയ തണുപ്പ് ഉണ്ടാവും. വെയിലുള്ള സമയമാണെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഒരു കഠിനമായ വെയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ പുറത്ത് പോകാനാണെങ്കിലും ഒക്കെ നമുക്കൊരു എപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ടിരിക്കും. നമ്മൾ വിയർത്തങ്ങനെ ഒരു മുഷിച്ചിൽ തോന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെന്നൈയിൽ ഈ ക്ലൈമറ്റാണ് കേട്ടോ. എനിക്കെന്നല്ല, മിക്കവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഡേ ആണ്. ഗുരുവായൂർ ഏകാദശിയാണെന്ന്. അപ്പോൾ ഡിസംബർ 1-ാം തീയതി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണണേ. അങ്ങനെ ഞാൻ ഏകാദശി ചെറുതിലേ മുതൽ എടുക്കാറുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഏകാദശി എടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ തിരുവാതിര അത്യാവശ്യം ചെറിയ പ്രായം തൊട്ടിട്ട് ഒരു 10-13 വയസ്സൊക്കെ തൊട്ടിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ടോ ഞാൻ ഈ ഒരു ഇതിലേക്ക് വരാനായിട്ട് കുറച്ച് താമസം എടുത്തു. നമുക്ക് ഓരോരോ സമയം ഉണ്ടാവുമെന്ന് പറയൂലേ, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കണേ. അപ്പോൾ ഏകാദശി എടുത്തു തുടങ്ങിയിട്ട് പിന്നെ ഞാനത് മുടക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. ഞാനിപ്പോൾ ഏകാദശി എടുക്കുന്നത് പാലും പഴവും അങ്ങനെ എന്തെങ്കിലും മാത്രം കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ദശമി, ഏകാദശി, ദ്വാദശി, അപ്പോൾ ഈ ദശമിയുടെ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നും കഴിക്കില്ലല്ലോ ഇങ്ങനെ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ വൈകുന്നേരം ഗോതമ്പിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കാം. പക്ഷേ ഞാൻ പാലും പഴവും കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു പഴം പുഴുങ്ങിയത് കഴിച്ചു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു ചായ കുടിച്ചു കേട്ടോ ഈവനിങ്ങിൽ. കാരണം ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു തലവേദന, നമ്മൾ ഈ ചായയുടെയൊക്കെ അഡിക്റ്റായി പോയതുകൊണ്ട് ഒരു ചായ രാവിലെയും വൈകുന്നേരവും ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നാമം ചെല്ലാനും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഉഷാറും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു ചായ കുടിച്ചു. പിന്നെ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ നേരം വരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാനായിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ. എനിക്ക് എപ്പോഴും വിശപ്പ് വരുന്നത് രാത്രി, അതായത് രാത്രിയല്ല, ഒരു സന്ധ്യ കഴിയുമ്പോഴായിരിക്കും. ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും അത്ര നേരം എനിക്കങ്ങനെ വിശപ്പൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ രാവിലത്തെ ഫുഡ് ഇപ്പം എനിക്കങ്ങനെ കഴിക്കണമെന്ന് ഒട്ടും തോന്നുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പിന്നെ ചായയിൽ അങ്ങ് ഒതുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഈ വഴുതനങ്ങനെ ഇവിടെ പറയണ ഉജാല കത്രിക്ക എന്നാണ്. കറക്റ്റ് ഉജാലയുടെ ഒരു കളറല്ലേ, അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഒരു പൊടിക്കയും കൂടെ ഇടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഈ കത്രിക്ക മെഴുക്കുവരട്ടിയും കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. അതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റ് മസാല ഉണ്ടല്ലോ, അതും കൂടെ കുറച്ചിടുക. ഈ പൊടികൾ ഇടുന്ന മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി അല്ലല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മീറ്റ് മസാലയും കൂടെ അവസാനം ഞാൻ ഇത്തിരി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ അതിന്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് കേട്ടോ, കപ്പലണ്ടിയുടെ എണ്ണ. ഇവിടെ തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ എണ്ണയാണ് കൂടുതലും. പക്ഷേ നമ്മുടെ നാട്ടിൽ അധികം ഉപയോഗിക്കാറില്ലല്ലോ. അപ്പം എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചതാണ്. ഈ ഒരു ബ്രാൻഡ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തേ. അത് അടിപൊളിയായിരുന്നു. അപ്പം മെഴുക്കുവരട്ടിക്കൊക്കെ നല്ല കേട്ടോ. മീൻകറിയില്ല വേറെ എന്തെങ്കിലും ഒന്നും ഇടരുത്, നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ രാവിലെ 11:30 ആയിട്ടോ. അപ്പോൾ ഞാൻ അഖണ്ഡ ദീപം തെളിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കണക്കാതെ ഞാൻ ഒരു ദീപം മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം നാമജപമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ പണികളൊക്കെ തീർത്തു കേട്ടോ. അപ്പോൾ ഭജൻസൊക്കെ ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട് കേട്ടോ. ഈവനിങ്ങിലും ചിലപ്പോൾ രാവിലെ സമയത്തൊക്കെ ഞാൻ വെച്ചിട്ട് അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഡിവോഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാനത് കുറച്ച് നേരം കേട്ടത് ഞാൻ ചുമ്മാ കാണിച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ വീണ്ടും നാമജപം തുടങ്ങുവാണേ. ഓം
शुक्लां परतरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गम् ॐ नमो भगवते वासुदेवाय ॐ विश्वस्मै नमः ओम विश्वं विष्णुर्वषट्कारो बोधभव्यभवत्प्रभु भूतकृद्भूतवृद्भावो भूतात्मा भूतभावन भूतात्मा परमात्मा च मुक्तानां परमागति अव्ययपुरुष साक्षी क्षेत्रज्ञोक्षर एव च यो അങ്ങനെ നാമജപമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ദാ പാറു എത്തുന്ന സമയമായി. അവൾ വരുന്നത് 12:30 ഒരു 12:45 സമയത്ത് എത്തും കേട്ടോ. അങ്ങനെ ആളെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട് ലൈവാവും, ഉഷാറാവും. ഓട്ടവും ചാട്ടവും വിളിയും ബഹളമൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ഷൈജേട്ടനും കൂടെ ഉള്ള കാരണം പിന്നെ ഒരു അനക്കമുണ്ടായിരുന്നു വീട്ടിൽ. അല്ലെങ്കിൽ ഞാൻ മാത്രമുള്ളെങ്കിൽ എനിക്കാകെ ബോറടിക്കും ചിലപ്പം. പക്ഷെ ബോറടിക്കാൻ മാത്രമുള്ള സമയമൊന്നും അവൾ മാറി നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്ത് തീർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഈവനിങ് ആയി കേട്ടോ. അപ്പോൾ പാറു ഇങ്ങനെ അവിടെ കളിച്ച് നടക്കുമായിരുന്നു. ആൾക്ക് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പാറു ഇത്തിരി നേരം ഉറങ്ങടാ, ഞാൻ പോയി കൂടെ കിടന്നാൽ മാത്രമേ അവൾക്ക് ഉറങ്ങാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ഞാൻ ഉറങ്ങില്ല, അവളെ ഉറക്കിയിട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റ് പോരും. എനിക്ക് പകൽ ഉറങ്ങാനായിട്ടൊരു ഇഷ്ടമല്ല. അപ്പോൾ അത്രയ്ക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇച്ചിരി നേരം കിടക്കുകയുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ കിടക്കാറില്ല. അപ്പം ഞാൻ എന്താ വിളക്ക് കൊളുത്താനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ മേല് കഴുകാൻ വേണ്ടി പോവുകയാണേ. അതിന് മുന്നേ ഞാൻ വൈകുന്നേരത്തെ ആ കോഫിയാണ് കുടിച്ചത്. അപ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും. അല്ലാതെ എനിക്ക് പാലായിട്ട് കുടിക്കാൻ തോന്നിയില്ല. എനിക്ക് ആ ചായ കുടിച്ചില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള നാമജപവും കാര്യങ്ങളൊക്കെ ഒരു ഉഷാറുണ്ടാവില്ല എനിക്ക്. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ചായ കുടിക്കാറെന്ന് തോന്നുന്നു. പക്ഷേ ഈ ചായ കുടിക്കാതെയും എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരങ്ങനെ ചായ കുടിക്കാൻ ഇഷ്ടമാണെങ്കിലും അല്ല, ഇങ്ങനെ നിർബന്ധമായിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അന്നത്തെ ദിവസം ചെയ്യാതെയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു നമുക്കും ഓരോരുത്തരുടെ സാഹചര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് ശാരീരികാവസ്ഥ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. അത് ശരിയാവണമെന്നില്ല ചിലപ്പം. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത് ശരിയാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. അപ്പം ഞാൻ എന്താ വിളക്ക് കൊളുത്തുവാണ്. ഈ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഞാനിങ്ങനെ ഭദ്രദീപം തന്നെയാണ് കേട്ടോ കൊളുത്താറ്. അതല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ 2 തിരിയിട്ട് വിളക്കാണ് കൊളുത്താറുള്ളത്. അപ്പം അല്ലാത്ത നമുക്കിങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവുമല്ലോ, അതെല്ലാ ദിവസവും ഞാൻ രാവിലെയും വൈകുന്നേരവും ഭദ്രദീപം തന്നെ കൊളുത്തും. പിന്നെ ചൊവ്വ, വെള്ളി, വ്യാഴം ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഭദ്രദീപം കൊളുത്തും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അപ്പം ഈ നമ്മുടെ നിലവിളക്കുണ്ടല്ലോ ചെറുത്, അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ പോയ സമയത്ത് വാങ്ങിച്ചതാണേ. ഇവിടെയും കിട്ടും വിളക്ക്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു വിളക്കുണ്ടല്ലോ, ഗണപതി വിളക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഷേപ്പ് അതിങ്ങനെ നമ്മൾ അടുത്ത് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ഷേപ്പിന് ഒരു ഇച്ചിരി ഉയരം കുറഞ്ഞ പോലത്തെ ഒരു വിളക്കാണത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതിന്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചില്ല. നാട്ടിൽ പോകുമ്പോൾ തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തലയോലപ്പറമ്പ് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അവിടെ ഉണ്ടാക്കി വിൽക്കുന്നൊരു കടയുണ്ട് തലയോലപ്പറമ്പ് മാർക്കറ്റിൽ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. നല്ല വിളക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വിളക്ക്. അപ്പോൾ ഞാനത് അങ്ങനെ ആഗ്രഹിച്ചിരുന്ന് വാങ്ങിച്ച വിളക്കാണേ. നല്ല ഐശ്വര്യവുമാണ് നമുക്ക് തെളിയിച്ച് വെച്ചേക്കുന്ന കാണുമ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പൂജാ റൂമിലെ ഓരോ സാധനങ്ങളും ഞാനിങ്ങനെ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് തേടി പിടിച്ച് വാങ്ങിച്ച കുറേ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം നാമജപം. അപ്പം ഞാൻ ഇന്ന് പാറുവിനോടും ഷൈജേട്ടനോടും
അവർ അത് ഇതെന്നൊന്ന് പറഞ്ഞ് ഞാൻ അവരുടെ പിന്നാലെ ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് നടന്നില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം ചെയ്തോ, ഇന്നത്തെ ദിവസം എന്നെ ഒന്നിനും നോക്കണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാമജപവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം കണ്ണിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ഇരിക്കാനാണ് എനിക്ക് മനസ്സിന് തോന്നിയത്. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ബാക്കി ഒന്നിലേക്കും ഞാൻ തലയിടാൻ നിന്നില്ല. രാവിലെ തന്നെ അതുകൊണ്ടെല്ലാം കുക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് ഓരോന്നും ഇരിക്കാമല്ലോ. അതല്ലെങ്കിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മൾ നാമം ജപിക്കുമ്പോൾ. അപ്പോൾ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. ഇങ്ങനെ പൂജാമുറിയിൽ നമ്മളെല്ലാം ഒരുക്കി പൂക്കളെല്ലാം വെച്ച് തട്ടത്തിൽ വിളക്കൊക്കെ കൊളുത്തി ധൂപമൊക്കെ കത്തിച്ച് ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളവിടെ ഇരുന്ന് നാമം ചൊല്ലിക്കഴിഞ്ഞ് ശരിക്കും അത് നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് നേരം അത് നോക്കിയിരിക്കും. ഞാനങ്ങനെയാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ എല്ലാം അലങ്കരിച്ച് ഭഗവാൻ ഇങ്ങനെ ആ ഒരു പ്രകാശത്തിൽ നമ്മുടെ വിളക്കിൻ്റെ പ്രകാശത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. സന്തോഷം മാത്രമല്ല നല്ലൊരു പോസിറ്റിവിറ്റിയും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുളസി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തുളസി മാല കെട്ടണമെന്ന് പെട്ടെന്ന് തോന്നിയിട്ട് ഞാനൊരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. എന്നിട്ട് ഞാൻ ആ മഴയത്ത് ഓടി സ്കൂട്ടറിന് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടോ തുളസി. ഇവിടെ അടുത്ത് തുളസി മാത്രമായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. മാലയല്ല, മാല കിട്ടും. പക്ഷെ ഞാൻ തുളസി മാത്രം നമുക്കിങ്ങനെ വാങ്ങിച്ചിട്ട് അത് ഞാൻ ഇരുന്ന് മാല കെട്ടിയതാട്ടോ. നാമജപം കഴിഞ്ഞിട്ട് ഞാൻ നാരായണ ചൊല്ലിക്കൊണ്ടിരുന്ന് മാല കെട്ടി. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് മാലയൊന്നുമല്ല, പക്ഷെ ഞാനിത് ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് കൃഷ്ണന് മാല ഇടുക എന്നുള്ളത്. അത് എപ്പോഴും ഞാനങ്ങനെ ഇടാറില്ല. എല്ലാ വർഷത്തിലും ഒരു മാലയാണ് ഞാൻ പണ്ടിട്ടിരുന്നത് കേട്ടോ. എല്ലാ അഷ്ടമി രോഹിണിക്കുമാണ് കേട്ടോ ഞാൻ മാല ഇട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അഷ്ടമി രോഹിണിയുടെ അന്ന് എനിക്ക് എന്തുകൊണ്ടോ നമുക്ക് വിളക്ക് വെക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് എനിക്ക് മാല ഇടാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ നെക്സ്റ്റ് വരുന്ന വ്യാഴാഴ്ച അത് ചെയ്യാറുള്ളതായിരുന്നു. മാല ഇട്ടില്ല, ഞാനിതുപോലെ മാല കെട്ടിയിട്ടില്ല. അല്ലാതെ വിളക്കൊക്കെ കൊളുത്തി അന്നത്തെ ദിവസം ഞാൻ അതുപോലെ തന്നെ ചെയ്തായിരുന്നു. പക്ഷേ അതെന്തോ കടമുള്ളതുകൊണ്ടായിരിക്കും ഭഗവാൻ എന്നെ ഓർമ്മിപ്പിച്ചു ഒരു മാല കെട്ടി ഇടാനായിട്ട്. അപ്പം ഞാൻ ഓടിപ്പോയി തുളസിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെയ്തതാണ്. അപ്പം നാളെ രാവിലത്തേക്കും കൂടി ഒരു കുഞ്ഞു മാലയും കൂടെ ഞാൻ കെട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏകാദശി ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെയൊക്കെ ഏകാദശി എങ്ങനെയായിരുന്നു? നന്നായിട്ട് തന്നെ എല്ലാവരും എടുത്തു കാണുമെന്ന് വിചാരിക്കുന്നു. ഭഗവാൻ കൃഷ്ണനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് സത്യത്തിൽ ഞാനിതൊക്കെ ചെയ്യണേ കേട്ടോ. ഭഗവാനോട് ഓരോ ദിവസം കൂടുതൽ ഇഷ്ടം വരണം എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാനിതെല്ലാം ചെയ്യണത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ തുളസി വെള്ളം കുടിച്ചിട്ട് പാരണ വീടാണ്. അപ്പോൾ വിളക്കും കൂടെ തെളിയിച്ച് നാമജപമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.